എമ്പുരാൻ എഫക്റ്റ് സത്യത്തിൽ ഇന്ത്യ മൊത്തം അല്ലെങ്കിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലൊക്കെ കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലായിടത്തും. സൗദി അറേബ്യയിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ GCCയിൽ ബുക്കിംഗ് തുടങ്ങിയ സമയത്ത് തുടങ്ങിയില്ല, പിന്നെയാണ് തുടങ്ങിയത് കേട്ടോ. പ്രത്യേകിച്ച് വോക്സിലൊക്കെ 2 ദിവസം ഡിലേ ആയിട്ട് വന്നേക്കണത്. അപ്പം എനിക്ക് ബുക്കിംഗ് കിട്ടിയിരിക്കണത് വ്യാഴാഴ്ച ബുക്കിംഗ് ഉണ്ടായിരുന്നു ഞാൻ നോക്കിയപ്പം. പക്ഷേ എനിക്ക് 1-2 ചെറിയ കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ ഷോ ഒക്കെ ഫുള്ളായി പോയി കേട്ടോ അപ്പോഴേക്ക്. പിന്നെ നോമ്പായതുകൊണ്ട് ഉച്ചയ്ക്ക് ഷോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ വീണ്ടും പുലർച്ചെ ഇപ്പം പുലർച്ചെ, അതായത് വ്യാഴാഴ്ച പുലർച്ചെ തുടങ്ങുന്നുണ്ട്. അതിൽ 3:30 പുലർച്ചെ 3:30ക്കാണ് ഗൈസ് ഇവിടുത്തെ ഷോ സ്റ്റാർട്ട് ചെയ്യണത്. നാട്ടിലെ 6 മണി എന്നുള്ള കണക്കിനാണ്. പക്ഷെ ആദ്യം ഈ ഷോ ചാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പിന്നീട് വന്നാട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ടിക്കറ്റ് ഓൾമോസ്റ്റ് ഫുള്ളാണ്. ഓൾമോസ്റ്റ് 3-4 ഷോസ് കാണിക്കണ്ടേ 3:30 4 സ്ക്രീനുകളിലൊക്കെ ആയിട്ട്. പക്ഷെ എല്ലാത്തിലും ടിക്കറ്റ് ഫുള്ളാണ്. മുമ്പിൽ 1-2 കുറച്ച് സീറ്റുകൾ മാത്രം ബാക്കിയുണ്ട് കേട്ടോ ബോക്സിലൊക്കെ. ബാക്കിയുള്ള തിയേറ്ററിൽ നോക്കിയില്ല. ഓഹ്, മലയാളികളുടെ ഒരു സിനിമ ലോകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിനിമ ഹാബിറ്റ് എന്ന് പറയുന്നത് സത്യത്തിൽ എമ്പുരാനോടുകൂടി മാറി മറയും. നാട്ടിലെ തിയേറ്ററുകൾ പൂരപ്പറമ്പാവുന്നുണ്ട്. പല പല നഷ്ടത്തിലൂടെ തിയേറ്ററുകളുടെയും പ്രോഫിറ്റിലാക്കും എന്ന് പറയുന്നുണ്ട്. മലയാള സിനിമയുടെ ഗ്രോത്താന്ന് പറയുന്നുണ്ട്. അങ്ങനെ പല പല ടൈപ്പ് ഓഫ് ടോക്കുകൾ നടക്കുന്ന ഇടയിലാട്ടോ ഇത് സൗദി അറേബ്യയിൽ പോലുള്ള സ്ഥലങ്ങളിൽ നോമ്പ് സമയത്ത് 3:30 വെളുപ്പിന് പോയി ഈ സിനിമ കാണാനുള്ള ആൾക്കാരുടെ തിരക്കെന്ന് പറയുന്നത് ശരിക്കും ഇന്ത്യൻ സിനിമയിൽ മലയാളത്തിൻ്റെ ഖ്യാതി വർദ്ധിപ്പിക്കുന്ന തരത്തിൽ എത്തി എന്നുള്ള ഒരു അത്ഭുതകരമായ കാര്യം, അല്ലെങ്കിൽ സന്തോഷകരമായ കാര്യം തന്നെ കേട്ടോ. ഇത് 2 കാര്യങ്ങൾ പറയണം തോന്നിയിട്ടാണ് സത്യത്തിൽ പറഞ്ഞു കേട്ടോ. കാര്യം ഇവിടെ ഡിലേ ആയപ്പോൾ ഞാൻ വിചാരിച്ചു സൗദിയിൽ ഈ പടം മിക്കവാറും ഉണ്ടാവില്ല, അങ്ങനെ ഡിലേ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ അൺബിലീവബിൾ ഷോസും ഒരുപാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പാണെങ്കിൽ കൂടി പകല് ഒരുപാട് ഷോസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഇപ്പം. അപ്പം ഇതിനൊക്കെ ടിക്കറ്റ് ഫുള്ളുമാണ് കേട്ടോ. അത്രത്തോളം ഈ സിനിമ മലയാളി പ്രേക്ഷകർ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ ഒരു സിനിമ കൊണ്ടാടുന്നുള്ളു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം, ഒരു ഉത്സവകാലം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഈദ് ആണ് വരുന്ന ശനി ഞായർ ഈദാണ്. അപ്പോൾ അതിനോടുകൂടി സിനിമയും കൂടി ആകുമ്പോൾ ഒരു ഡബിൾ എന്താ പറയുക, ഒരു ആഘോഷം തന്നെയാണ് നമുക്ക്, പ്രത്യേകിച്ച് മലയാളിക്ക്.